ഇതു ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഇന്നിവിടെ പരാതിയുമായിട്ട് എത്തിയിരിക്കുന്നത് മുതിർന്ന ദമ്പതികളാണ്. അവരുടെ കൊച്ചുമക്കൾക്ക് നീതി കിട്ടണമെന്ന ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിളിക്കാം. സതീശൻ, സിന്ധു. വീണവരും സുലഭം മിഴികളിലുതിരും പെരുമഴനനയാ. അപ്പോ സിന്ധുവും സതീശും അല്ലേ? അതെ. നിങ്ങളുടെ മകളുടെ 2 കുട്ടികളെ നിങ്ങൾ വളർത്തുന്നുണ്ട്. ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടിയാണോ? ഒരു പെൺകുട്ടി. എത്ര വയസ്സുള്ള കുട്ടികളാ? 6 വയസ്സും 3 വയസ്സും. പറയൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ മൂത്ത കുട്ടിയെ വീട്ടിൽ കൊണ്ടു നോക്കിയിട്ട് 3 വർഷമായി. ഇതേവരെ ഒരു 10 രൂപ പോലും ചെലവിന് കൊടുക്കാറില്ല, അന്വേഷിക്കാറില്ല. പിന്നെ ഇളയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് 1 വർഷമായിട്ടുണ്ട്. ആരും വീട്ടിലേക്ക് വരാറില്ല. കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അവിടെ അവർ വന്ന് നോക്കിച്ചും അഡ്മിറ്റ് ആകുന്ന സമയത്ത് പോയി കളയുക. 10 രൂപ പോലും പിള്ളേർക്ക് ചിലവാക്കിയില്ല. അപ്പൊ അവള് ചോദിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് മേടിച്ചു കൊടുക്കും. ഞങ്ങൾ തന്നെ LKG UKG പഠിപ്പിച്ചു. ഇപ്പൊ 1ാം ക്ലാസ്സിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന് നോക്കി. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിന്റെ എല്ലാം നമുക്ക് സഹായങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ചെലവിന് തരുന്നുണ്ടെന്ന് പുറമേ ഞാൻ സംഭാഷണം എല്ലാവരും പറഞ്ഞു നിങ്ങളിങ്ങനെ വളർത്തുന്നുണ്ട്. എന്തെങ്കിലും കുട്ടി പെൺകുട്ടിയാണ്, എന്തെങ്കിലും ഈ കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഉത്തരവാദിത്തം പറയണ്ടേ? അതെ 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 അതെ. നോക്കി നിൽക്കുന്ന പൊതുജനങ്ങളും നമ്മളെ കുറ്റം പറയും. അപ്പൊ അത് പാടില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെലവിന് തട്ട്, അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് എഴുതി വെക്കട്ടെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എഴുതി വെച്ച് ഞങ്ങൾ അന്തസ്സായിട്ട് ഞങ്ങൾ വളരുക. എങ്ങനെയായാലും തെണ്ടിയാണെങ്കിൽ നമ്മൾ വളർത്തും. ഈ അശ്വതിയുടെയും രാജേഷിന്റെയും ബന്ധം എന്ന് പറയുന്നത് അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. അവരെ ഇഷ്ടത്തിന് കെട്ടിയതാ. ഓ, ഇതൊന്നും നമുക്ക് അവരുടെ ഇഷ്ടത്തിന് അവളെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. അവരുടെ ഒരു പ്രത്യേക ഒരു മൈൻഡാണ്. എല്ലാം നമ്മൾ എന്നെ കുറ്റം ചേർത്തിട്ട് പിന്നെ അച്ഛൻ്റെ അച്ഛൻ നല്ലതാണ്. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ സോപ്പിട്ടെന്നല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നീ സംസാരിക്കാൻ നീ ആരാ? നിന്നെ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ഒരു മരുമാനം അറിയാം, രാജേഷ്. നീ ഞങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം. 2 ആളുകളായിട്ടാണോ? 2 പുറത്തുണ്ട് പുരുഷന്മാരായിട്ട് വന്നു. അവിടെ ചായക്കടയിൽ നമ്മള് സമാധാനം പറയണ്ടേ? ഈ കുട്ടികൾക്കല്ലേ ഇവളിങ്ങനെ നടക്കുന്നത്. ഈ കുട്ടി വളർന്നു വരുന്നില്ലേ, പെൺകുട്ടി. അതിനാണെങ്കിൽ 6 വയസ്സേ ഉള്ളൂ. 2 കുട്ടികളും ആ തന്തയോടോ തള്ളയോടോ മിണ്ടിയോ സംസാരിക്കുകയോ ഒരു സാധനം ചോദിക്കുകയോ ഒന്നുമില്ല. ഒരു രാത്രി പോലെ അപ്പാപ്പയില്ലാതെ ഉറങ്ങില്ല. അത് അയൽവക്കാർ കുട്ടികൾ ആൺകുട്ടികളെല്ലാം നോക്കുന്നുണ്ട്. എത്ര സ്നേഹത്തോടെ അടുത്തുള്ള ആൾക്കാർ നോക്കുന്നു. കൊച്ചു പിള്ളേർ വരെയും വണ്ടിയിൽ കൊണ്ടുപോകുക, കുട്ടികൾക്ക് പലഹാരം മേടിച്ചു കൊടുക്കുക. അതൊക്കെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇത് ചെയ്തത്. അവർ പറഞ്ഞ് നിങ്ങൾ ലാസ്റ്റ് വയസ്സായ കാലത്ത് നിങ്ങളിങ്ങനെ കോടതി കയറേണ്ടി വരും, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണം. നിങ്ങളറിയാതല്ലേ അവർ ഡൈവേഴ്സ് ചെയ്തിട്ട് അവർ കോടതിയിൽ എഴുതി വെച്ചേക്കണം. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പോയിട്ടേ ഇല്ല. വന്നതിന് ശേഷമാണ് ഇവർക്ക് സംശയമായി. അങ്ങനെയാണ് ഇവരുടെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ പാലക്കാട് വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇവര് ഞങ്ങൾ സാധനങ്ങളെല്ലാം കയറ്റിവിട്ട് രാജേഷ് മൂത്ത കൊച്ചു അന്നേരം എന്റെ അടുക്കലാണ്. ഇളയ കുട്ടിയെ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇളയ കുട്ടിയെ കൊണ്ടുപോയി അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോ ആണ് ഈ പ്രശ്നം നടക്കുന്നത്. എന്തോ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു. 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കൊടുത്താണ്, വീട്ടു സാധനം വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കയറ്റി വിടുന്നു. ഞങ്ങൾ വണ്ടി പിടിച്ച് കയറ്റി വിട്ടു. വാടകയ്ക്ക് അവര് സ്വന്തമായിട്ട്. ഇതില് ഇവരിതിന്റെ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടായി. അടുത്ത് താമസിച്ചിരുന്ന സ്ത്രീയാണ് ഇപ്പൊ രാജേഷിന്റെ കൂടെ ഉള്ളത്. അവര് തമ്മില് ഇത് അങ്ങോട്ട് ഇണക്കി കൊടുത്തുന്ന അത് ഇങ്ങോട്ട് ഇണക്കി കൊടുത്തെന്നൊക്കെ പറയാനുണ്ട്. എന്നിട്ട് ഈ മുല കുടിക്കണ കൊച്ചിനെ 1.5 വയസ്സായ ഒരു കുട്ടിയെ രാത്രി 12 മണിക്ക് ഇട്ടേച്ചും പോയി. ഇതിനെ ഏൽപ്പിച്ചെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ആൺകൊച്ചിനെ മാത്രം രാജേഷിനെ വിളി ഏൽപ്പിച്ചിട്ട് എനിക്ക് ഈ കൊച്ചിനെ വേണ്ട, ഈ നശിച്ച കൊച്ചിനെ എനിക്ക് വേണ്ട, ഈ കൊച്ചു കാരണം എൻ്റെ ജീവിതം പോയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ എഴുതി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവന് ഞങ്ങളോട് പറഞ്ഞിട്ട് അവൻ കരഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ട് അവനെ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ കയറ്റി. വാ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായിരുന്നു വന്ന്. കാരണം അവിടെ പോയെങ്കിൽ പൊക്കോട്ടെ, നീ മര്യാദയ്ക്ക് ജീവിക്കുന്നത്. 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഈ കുട്ടി ഇളയ കുട്ടിയെ 1.5 വയസ്സ് കഴിഞ്ഞ് വേണോ സംഭവം? അതെ അതെ. അപ്പൊ അന്ന് അതുവരെ രാജേഷ് അപ്പൊ ഈ 1 വർഷമായിട്ടാണ് ഈ ചെലവിന് കിട്ടാത്തത്. 1 വർഷം വേണ്ട, ഒന്നും വേണ്ട. ഒരു പ്രശ്നം സ്വന്തം തന്തയല്ലേ. ഇന്നലെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനിരുന്നു. എനിക്കത് അടുത്തിരുന്നവരോട് പറഞ്ഞു ഇതറിയാൻ വേണ്ടി ആ കുട്ടിയുടെ അച്ഛൻ അയ്യോ. എന്നിട്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ടായിര കഷ്ണം, ഏത് പരിചയക്കാർ വരെ, നമ്മൾ തന്നെ ഒരു പരിചയക്കാർ കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മുട്ടായോ എന്തെങ്കിലും കണ്ടു മേടിച്ചു കൊടുക്കില്ലേ. അവൻ്റെ പൈസ ഞങ്ങൾക്ക് തരണ്ട, പോട്ടെ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുന്നു. ഇവരോ? അശ്വതിയോ? അശ്വതി പിന്നെ ഇപ്പൊ എന്നോട് വകയല്ലേ.
കാരണം ഞാൻ അശ്വതി കാരണം ചോദിക്കാറില്ല. ജീവിതം നശിച്ചെന്നല്ലേ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്ക് ഇല്ല, ഇല്ല. കുഞ്ഞുങ്ങൾ മിണ്ടിയില്ലല്ലോ, അമ്മയാ, ഓണത്തിന് സ്വന്തം അമ്മയാ. അശ്വതി എന്ന് പറഞ്ഞ ഈ ഓണത്തിന് കുട്ടികൾ പോലും ഡ്രസ്സ് എടുത്തു എടുത്ത് കൊടുത്തു. ഈ കുട്ടികൾക്ക് ഓണത്തിന് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തു. 1000 പിന്നെ 1000 രൂപ എന്റെ കൊണ്ടുപോയി. ആദ്യമായിട്ട് 2000 രൂപ വന്നിട്ട് 1000 രൂപ പോയപ്പോ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി. 2 ദിവസം നിന്നിട്ടാ പോയത്. ഓ പിന്നെ വന്നതല്ലേ പിള്ളേരെ കാണാൻ വന്നല്ലേ എന്ന് എഴുതി ഞാൻ മിണ്ടിയില്ല. ചെറുക്കണ്ട അയൽവക്കാരെ കൂടെ നമ്മളെ കളിയാക്കും, നമ്മൾ നാണക്കേടുണ്ടാവും. നമ്മൾ ഇച്ചിരിയൊക്കെ ഇതിൽ ജീവിക്കുന്ന കാരണം ഒരു കാര്യം ആൾക്കാരോട് പറയാറില്ല. മകളെ ജോലിക്ക് പോകുന്നു, അവര് ഈ കുട്ടി ഡൈവേഴ്സ് കൊച്ചിലേ മുതൽ ഇങ്ങനത്തെ ആ സ്വഭാവക്കാരിയാണ്. കൊച്ചിലേ മുതൽ ഞാൻ അതങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് എന്ത് പറയാനാ, കുഞ്ഞു പിള്ളേരുടെ കാര്യം നമ്മളങ്ങനെ വളർന്ന് ജീവിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പറയാനാ.